ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് സിസേറിയൻ സെക്ഷൻ്റെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ സന്ധ്യ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ. എന്താണ് സിസേറിയൻ സെക്ഷൻ? നോർമലി പ്രസവം നടന്നില്ലെങ്കിൽ നമ്മൾ അമ്മയുടെ വയറ് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കുന്നതാണ് സിസേറിയൻ സെക്ഷൻ. മുറിവ് വയറ്റിൻ്റെ അടിവശത്തായിരിക്കും മുറിവ് വരുന്നത്. നോർമലി എല്ലാ ലേഡീസും നോർമലായിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഒരു ചാൻസാണ് നമ്മളെല്ലാവരും എപ്പോഴും കൊടുക്കുന്നത്. അതാണ് നമുക്കും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ചില സിറ്റുവേഷനിൽ നോർമലി ബേബി പുറത്ത് വരാണ്ടിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്കോ ബേബിക്കോ എന്തെങ്കിലും റിസ്ക്കുകൾ നമ്മൾ കാണുവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ ഓപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ഡെലിവറിയാണ് സിസേറിയൻ സെക്ഷൻ. നോർമൽ ഡെലിവറി ഇപ്പം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ആദ്യത്തെ പ്രസവം 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ എടുക്കാം. പെയിൻ വരുന്ന സമയത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുഞ്ഞിൻ്റെ തല ഇറങ്ങോ ഇല്ലേ. ആ സമയത്ത് നമ്മൾ അസസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നോക്കിയിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നല്ല പെയിൻ വരുമ്പോഴാണ് കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരുമോ എന്ന് പറയാൻ പറ്റുന്നത്. ആ സിറ്റുവേഷനിൽ കുഞ്ഞിൻ്റെ തല ഇറങ്ങാൻ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിസേറിയൻ സെക്ഷൻ പറയും. അതുകൂടാതെ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, മറുപിള്ളയുടെ പൊസിഷൻ താന്നിരിക്കുകയോ, അല്ലെങ്കിൽ യുട്രസിൽ പഴയ മുറിവ് വലിയ ഫൈബ്രോയിഡൊക്കെ മാറ്റിയ യുട്രസ്, ഇപ്പോഴത്തെ ട്വിൻസിൽ ചിലപ്പോൾ ട്വിൻ പ്രഗ്നൻസിയിൽ ആദ്യത്തെ ബേബിയുടെ പൊസിഷൻ ചരിഞ്ഞിരിക്കുകയാണ്, ആയിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സിസേറിയൻ അല്ലാതെ വേറെ മോഡ് ഓഫ് ഡെലിവറി കാണില്ല. പിന്നെ നമ്മൾ സിസേറിയൻ എന്ന് കേട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് മദറിനും ബേബിക്കും ഏതാണ് നല്ലത് നമ്മളത് ഓപ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ എയിം മദർ ആൻഡ് ബേബി ഹാസ് ടു ബി ഹെൽത്തി. ബേബിക്കും ഒരു ഹെൽത്തി ബേബി ആയിരിക്കണം, മദറിനും വേറെ കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം സിസേറിയൻ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കാണും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സിസേറിയൻ പ്ലാൻ ചെയ്യുന്നതും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഡെലിവറിയും നമുക്ക് നേച്ചറിൻ്റെ വേയിൽ തന്നെ പോകുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ബിക്കോസ് നോർമൽ ഡെലിവറി നോർമൽ രീതിയിൽ പോകുന്നതാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റിയത്. എന്നാൽ സിസേറിയൻ സെക്ഷനും നമ്മൾ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സിൽ സിസേറിയൻ സെക്ഷൻ ചെയ്യുന്നതിന് കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ വളരെ കുറവാണ്. അനസ്തീഷ്യ നമ്മൾ റീജിയണൽ അനസ്തീഷ്യ, അതായത് നട്ടലിൽ ഇഞ്ചക്ഷൻ തന്നിട്ടാണ്, സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയും, ആ അനസ്തീഷ്യ തന്നിട്ടാണ് നമ്മൾ സിസേറിയൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ കേൾക്കാം, കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാം. അപ്പോൾ ഇപ്പോഴത്തെ അനസ്തീഷ്യയും സേഫ് അനസ്തീഷ്യയാണ്, സിസേറിയൻ മെത്തേഡ്സും ഇപ്പോൾ സേഫാണ്. പക്ഷേ നമുക്ക് ഒഴിവാക്കാത്ത കാര്യങ്ങളിൽ സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ടി വന്നാൽ നമ്മളത് ചെയ്തിരിക്കേണ്ടി വരും.